മോളെ, ടിഫിൻ എടുത്തു വെച്ചിട്ടുണ്ട്. കൈയും കാലും കഴുകിയിട്ട് വന്നോളൂ, കഴിക്കാം. എന്താ അമ്മേ പെട്ടെന്നൊരു വീണവായന, അത് ഈ നേരത്ത്? മനസ്സ് ശരിയല്ല മോളെ. എന്താ മോളെ? ഒന്നുമില്ല. അമ്മേ, എനിക്ക് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താ കാര്യം? അത് ഇന്ന് കോളേജിനടുത്ത് വെച്ച് അമ്മ കാറിൽ പോണത് ഞാൻ കണ്ടു. കാറിലോ? ഞാനോ? അതെ. നമുക്കെവിടെയാ കാറ്? അപ്പൊ ഞാൻ കണ്ടതോ അതമ്മയല്ലേ? അല്ല, മോള് വേറെ ആരെങ്കിലും കണ്ട് എന്നെ പോലെ തോന്നിയതായിരിക്കും. ആയിരിക്കും അല്ലേ? അത് വേറെ ആരോ ആയിരിക്കും. നമുക്കെവിടുന്ന കാറ്? അപ്പോ സത്യമായിട്ടും അമ്മയല്ല? അല്ല, ഞാനല്ല. ഞാൻ കാറിൽ എവിടെ പോവാനാ? എന്താ നിനക്ക് പറ്റിയത്? ഒന്നുമില്ല. എന്താ അമ്മേ? എന്തിനാ കരയുന്നേ? ഒന്നുമില്ല. എന്താ അമ്മേ? ഒന്നുമില്ല മോളെ, ഒന്നുമില്ല. മോള് വാ, ടിഫിൻ കഴിക്കാം. യു ആർ വെൽക്കം. പ്ലീസ് വരൂ. താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, ഐ എം രാജി, ടെക്സ്റ്റൈൽസ് കിങ് വിശ്വനാഥ മേനോന്റെ ഒരേ ഒരു ഡോട്ടർ. ഓ, വന്ന് ടെക്സ്റ്റൈൽ കിങ്ങുമായി. ഇനി മുതൽ എല്ലാവർക്കും സാരി എടുക്കാൻ ഒരു സ്ഥലമായി. ഐ ആം സുശീല ബാലകൃഷ്ണൻ. എൻ്റെ ഹസ്ബൻഡ് ബിൽഡറും പ്രൊമോട്ടറുമാണ്. ഓ, എൻ്റെ ഹസ്ബൻഡിനെ പറ്റി കേട്ടിരിക്കും, ഡോക്ടർ മുകുന്ദൻ. ഐ സി. ഐ ആം സുധാറാണി, ലായർ രാഘവന്റെ വൈഫാ. എൻ്റെ ഹസ്ബൻഡ് വേണുഗോപാൽ ഈ സിറ്റി തന്നെയുണ്ട്. ബിൽഡറാ, റിയൽ എസ്റ്റേറ്റ് പ്രൊപ്പറേറ്റർ. ഓ, രാജി, നിങ്ങളുടെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഓ, ഹസ്ബൻഡ്, അദ്ദേഹത്തിന്റെ പേര് കൃഷ്ണൻ. അദ്ദേഹം വിദേശത്താണോ? നോ, അദ്ദേഹം ട്രാൻസ്പോർട്ടിംഗ് ഷിപ്പിംഗ് കോർപ്പറേഷനിലാണ്. ഹസ്ബൻഡ് എന്താ വരാത്തെന്നറിയോ? എന്നെ കാണണമെന്ന് തോന്നുമ്പോൾ അദ്ദേഹത്തിന്റെ PA ഫോൺ ചെയ്യും. അപ്പോൾ ഞാൻ പോയി കണ്ടിട്ട് വരും. അതെന്താ, നിങ്ങളുടെ ഭർത്താവ് ഫോൺ ചെയ്യില്ലേ? ഹസ്ബൻഡ് ഫോൺ ചെയ്യില്ലേ എന്ന്? ഓ, അത് അദ്ദേഹത്തിന് അതിന് സമയം ഉണ്ടാവാറില്ല, അതാ. രാജി, യു ആർ ലക്കി ഗേൾ. താങ്ക് യു.
ഞാൻ ചോദിക്കുന്നത് തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ വന്നത് അംബാസഡറിലാണെന്ന് തോന്നുന്നു. അതെയോ? എൻ്റെ വീട്ടിൽ ബെൻസ് മുതൽ മാരുതി കാർ വരെ എല്ലാ വണ്ടികളും ഉണ്ട്. ഇന്നലെ സുമോയിലായിരുന്നു കറക്കം. ഇന്ന് ഞാൻ വന്ന കാറ് അച്ഛൻ 3 വയസ്സുള്ളപ്പോൾ വാങ്ങി തന്നതാ. ഇപ്പൊ നിങ്ങൾക്ക് എത്ര വയസ്സായി? ഈ വണ്ടി എനിക്ക് വളരെ ലക്കിയാ. ആദ്യമായിട്ട് ഏത് സ്ഥലത്ത് പോകുമ്പോഴും ഞാൻ ഈ കാറിലാണ് പോവാറ്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നതാ. നിങ്ങളെയൊക്കെ പരിചയപ്പെടുന്നതും ആദ്യമായിട്ടാ. അതുകൊണ്ടാ ഈ കാറി വന്നത്. അല്ലെങ്കിലും എല്ലാ കാര്യത്തിലും ഞാനങ്ങനെ സ്റ്റേറ്റസ് നോക്കാറില്ല. അതാ. ഒരു തയ്യൽ മെഷീൻ വാങ്ങണമായിരുന്നു. അതെന്തായാലും വേണം. പുതിയതിനൊക്കെ വലിയ വിലയാ. ഇപ്പൊ അതിന്റെ ആവശ്യമുണ്ടോ? ഞാൻ അന്നേ പറഞ്ഞല്ലേ എനിക്ക് തയ്യലും എംബ്രോയിഡറി അറിയാന്ന്. സെക്കൻഡ് ഹാൻഡ് മെഷീൻ മതി. ഒന്ന് അന്വേഷിക്കാവോ? നോക്കട്ടെ, നല്ലത് ഒത്തു കിട്ടിയാ വാങ്ങാം. പുരോഗതി ഉണ്ടെങ്കിൽ പുതിയ തന്നെ ആവാം. പിന്നെന്താ ഒരു വിശ്വാസക്കുറവ്? ആദ്യം ചെറിയ രീതിയിൽ തുടങ്ങാം. തൽക്കാലം പഴയത് മതിനേ. ബിസിനസിന് പറ്റിയില്ലെങ്കിൽ സ്വന്തം തുണികൾ തയ്ക്കാലോ. ചായ കുടിക്കും. നീ കുടിച്ചോ? പിടിക്കാം. വളരെ നന്ദി സാർ. മുതല് തന്നില്ലെങ്കിലും വേണ്ടില്ല, പലിശ മുടങ്ങാതെ അടച്ചേച്ചാ മതി. ശരി സാർ. അല്ല നീയാ, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞാണോ അതോ വേറെ വല്ല പെണ്ണുമായിട്ട് ബന്ധമുണ്ടോ? എന്താ അങ്ങനെ ചോദിക്കുന്നത്? അല്ല, ഇത്ര ചെറുപ്പത്തിലേ ഇങ്ങനെ കടം വാങ്ങി കൂട്ടാനായിട്ട് ചോദിച്ചതാണ്. ജീവിക്കണ്ടേ? ജനിച്ചു പോയില്ലേ ചേട്ടാ? ഓരോ ചോദ്യം. ഇങ്ങനെ പോയാ ജീവിക്കുന്നീയൊക്കെ. നമസ്കാരം സാർ. നമസ്കാരം. ഇരിക്കൂ. അല്ല സാർ, ഒരു 10 ലക്ഷം രൂപ ഇപ്പൊ നിങ്ങളുടെ ഫൈനാൻസ് കമ്പനിയിൽ ഇട്ടാൽ മാസം എത്ര രൂപ പലിശ കിട്ടും? തരക്കേടില്ലാത്ത പലിശ. രാജിമോളെ, നമുക്ക് ആ മറ്റേ പൈസ എടുത്ത് ഇവിടെ ഇട്ടാലോ? അല്ലെങ്കിൽ വേണ്ട, അത് അവിടെ എങ്ങനെ കിടക്കട്ടെ. വിക്രമ, ഓ പൊങ്ങച്ചൻ പിന്നെ പറയാം. നീ കാര്യം പറയാ. മോള് പറ. എന്താ സാർ, എനിക്കൊരു സഹായം വേണമായിരുന്നു. കോടീശ്വരൻ വിശ്വാസിന്റെ മോളെ ഞാൻ സഹായിക്കാനോ? ഗതികെട്ട പുലിയും വാങ്ങും കടം എന്ന് പറഞ്ഞ കേട്ടിട്ടില്ലേ? പറയൂ രാജി. എനിക്ക് കാർ എടുക്കാൻ കുറച്ച് പണം വേണമായിരുന്നു. ഇൻട്രസ്റ്റ് എത്രയായാലും പ്രശ്നമില്ല. അത്രേ ഉള്ളോ? അതിനെന്താ, ഇഷ്ടമുള്ളൊരു കാർ എടുത്തോളൂ. അതിന് ഷുവർട്ടി. എന്തോന്ന് ഷുവർട്ടിയും കിവർട്ടിയും? വിശ്വനാഥന്റെ മോളല്ലേ, നിങ്ങളെ എനിക്ക് വിശ്വാസം. മറ്റേ കാര്യം പറഞ്ഞാലും സാർ, ഞാൻ കാറ് വാങ്ങുന്ന കാര്യം അച്ഛനും അമ്മയും അറിയണ്ട. അതെന്താ? ഏയ് പേടിക്കണ്ട. അത് അമ്മയുടെ ബർത്ത്ഡേ വരുന്നോ, അപ്പോ ആരും അറിയാതെ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയാ അറിയണ്ടെന്ന് പറഞ്ഞത്. മാസാമാസം പേയ്മെന്റ് ഞാൻ കൊണ്ടുതരാം. അപ്പം തിന്നാ പോരെ, കുഴിയണോ? മാസാമാസം കൃത്യമായിട്ട് പണം ഇവിടെ എത്തിച്ചിരിക്കും. ശരി, നിങ്ങൾ പേരെഴുതി ഒപ്പിട്. ഒപ്പിട്ടോ. ഇനിയെങ്കിലും എന്റെ മോളുടെ പരാതി തീർന്നു കിട്ടുമല്ലോ. കാർ ഉടനെ എത്തൂലേ? കക്ക കളിച്ച് നിൽക്കാതെ പോയി വല്ലതും പഠിക്കും മക്കളെ. പോടാ. മതി, നീ കളിക്ക്. അയ്യോ ശ്രീകുട്ടി, എനിക്ക് ചോര ഒന്നുണ്ടല്ലോ.
എടി കുട്ടിച്ചേർത്താനെ, കാറ് വരുന്ന കണ്ടില്ലേ? റോഡിൽ കുറുകെ വരിക. കുറുക്ക് വഴിക്ക് വരല് നിന്റെ അച്ഛനെ ഇളമയ്ക്കും വളരെ ഇഷ്ടമുള്ള കാര്യ. നീയും അതുപോലെയാ? ഇവളാണോ റോഡിൽ നിന്നെ? നിങ്ങളല്ലേ കൊണ്ടുവന്ന് ഇടിച്ചേ? ഇത്ര ചെറുപ്പത്തിലെ നീ ഇങ്ങനെയൊക്കെ വായടത്തരം പറയാ? നിക്ക്, ഞാൻ ഇവളുടെ അച്ഛനോട് എന്ന് പറയും. പോയി പറയടി. അവനൊക്കെ ചതിയനാ. എന്റെ അച്ഛനെ വഴക്ക് പറയാ? എന്റെ അച്ഛനെ വഴക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ. ആരോടാ നീ പറഞ്ഞത്? എന്റെ രാജ്യമോളോടാ? ശരിയായിക്കളെ നീ. എന്റെ കുട്ടിയെ വഴക്ക് പറയാ? നിന്നെ നിന്റെ അച്ഛനോട് പറഞ്ഞേ. അവനൊരു അനാഥ തെണ്ടി, തലയിൽ ചാക്കേട്ട് ചൊന്നു നടക്കുന്ന ദരിദ്രവാസി. ചരിത്രം കൊണ്ട് വിളിച്ച് കൂവിക്കല്ലേ. ഓ ഓടി തേങ്ങ പിശാച്. രാജിമോളെ, എടി എന്തിനാ കരയുന്നേ? ഇപ്പോ നീ വെറുതെ കരഞ്ഞോണ്ടിരുന്ന എനിക്ക് ദേഷ്യം വരും. ദേഷ്യം വന്നാ ഞാൻ തട്ടിക്കളയും. നിർത്തടി. കരച്ചില് നിർത്തിട്ട് അകത്തു പോ. കാർ ഇടിച്ചിട്ട് കയ്യും കാലും ഒന്നും ഒടിഞ്ഞില്ലല്ലോ. ആ, ഇവളുടെ അപ്പനെ ഇളയുമ്പോ ഇവിടെ കിടന്ന് വേഷം കെട്ടി ആടുന്നു. ഇവളും അത് കണ്ട് ആടുകയാണ്. ഓടിയകത്ത് കൂട്ടി തേമാങ്ക. എവിടെ? അവിടെ. മോങ്ങാതെ അകത്ത് ഓടി അസത്തെ. മിണ്ടായിരിക്കരി. എന്താ മോളെ കരയുന്നു? ഇയാൾ എന്നെ തല്ലി, കാറ് മുട്ടിച്ചു. സാരമില്ല കേട്ടോ. ഇയാൾ എന്നെ കൊറേ തല്ലി. ആര്? ഇവനാ? ഇവിടെ വരാ. ഇവിടെ വരാൻ. നീയ ശ്രീകുട്ടിയെ തല്ലിയ? ആ തല്ലി. നാഷണൽ വേസ്റ്റ്. അടിക്കാറായോ? അത്രയ്ക്ക് ധൈര്യം വന്നോ നിനക്ക്? വീട്ടിലൊരു മൂല കിടക്കാതെ പുറത്തെന്താ പണി? ആരെയാ നീ കൈനീട്ടി തല്ലിയതാ? നിന്നെയൊക്കെ വീട്ടിലിരുത്തി ചോറ് തരുന്നതിന് പകരം തെരുവിലിരുത്തി പിച്ച എടുപ്പിക്കണം. ഇവള് ചോദ്യം ചോദിക്കുന്നു, നീ അവൾക്ക് സപ്പോർട്ട് ചെയ്യുന്നു. ഇത് നോക്ക്, ഞാൻ നിനക്കേ ഭർത്താവ് ഉദ്യോഗസ്ഥന്റെ ജോലി തന്നിട്ടുണ്ട്. മിണ്ടാതെ അടങ്ങി ഒതുങ്ങി കുടിക്കുക, തിന്നുക, ഉറങ്ങുക. മനസ്സിലായോ? രാജിമോളെ, നീ മിണ്ടരുത്. ഇവൻ ആരാണെന്നറിയോ? എന്റെ കൂടെ നായെപ്പോലെ വിശ്വാസത്തോടെ വാലാട്ടി നടക്കുന്നവൻ. ഇനി ഇവന്റെ മേലെ കൈവച്ചാ നിന്നെ ഞാൻ തെരുവിലിറക്കും. ഇത് ലാസ്റ്റ് വാണിങ്ങാ. രാജിമോള് പറഞ്ഞു കേട്ടല്ലോ, തലയിരിക്കുമ്പോ വാലാടരുതെന്ന്. ഇവിടെ രാജിമോള് പറയുന്ന നിയമം. ഇവൾ ഞാൻ അടിക്കാൻ പോവാ. നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? കരയ്, നന്നായിട്ട് കരയ്. ഇയാളല്ലേ സപ്പോർട്ട്. ഈനാമ്പേച്ചിക്ക് മരപ്പട്ടി കൂട്ട്. എടോ, ഈ അനാഥ പെണ്ണിന്റെ അടുത്ത് നീ എന്തിനാ വർത്താനം പറയുന്നേ? രാജി, ഒരു കൊച്ചു കുട്ടിയോട് എന്ത് പറയണമെന്ന് നിനക്കറിയില്ലേ? ഓ, അനാഥയ്ക്ക് നീയും സപ്പോർട്ടോ? അത് വേണ്ട. വെറുതെ ഈ കുട്ടി അനാഥയാക്കണ്ട. അവൾക്ക് അച്ഛനും അമ്മയും എല്ലാരും ഉണ്ട്. അവര് ജീവനോടെ ഇരിക്കുന്നുണ്ട്. ഇവക്ക് നീ അമ്മയോ? എങ്ങനെ എങ്ങനെ എങ്ങനെ? 10 മാസം ചുമന്ന് നൊന്തുപെറ്റ മോളാ ഇവള്? മോളൊന്നും മിണ്ടാതിരിക്കേ.
ഒരനാഥയ്ക്ക് മറ്റൊരനാഥല്ലേ കൂട്ട് കിട്ടുള്ളൂ. ഇത് കേക്ക്, നദിയിൽ നിന്നും വന്ന നായിക. ഞാൻ ആരോടെങ്കിലും ഉടക്കിന് പോണെങ്കിൽ അതെന്റെ സ്റ്റാറ്റസിന് യോജിച്ച വിധം ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ എന്നെക്കാളും മുന്നിലായിരിക്കണം. നീ ഈ വകുപ്പിലൊന്നും പെടുമെന്ന് തോന്നുന്നില്ല. എന്റെ രാജിക്കുട്ടി, ആരോടാ ഈ വേദാന്തൊക്കെ പറയുന്നത്? ഇത് വെറും ഒരു അനാഥാലയം. അറിയാതെ നമ്മളോട് ഒന്ന് വിട്ടും പോയി, എന്റെ സ്റ്റാറ്റസും സ്ലോ ആയി പോയി, ഒരു വേൾഡ് വേസ്റ്റിന്റെ തല്ലും കൊണ്ടു. അനാഥ അനാഥ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ശരിക്കും അതിന്റെ അർത്ഥം അറിയോ? ഞങ്ങൾക്കാണോ അനാഥയെ കുറിച്ച് അറിയാൻ പാടില്ലാത്തത്? ദിവസം അനാഥകളെ കണ്ടോണ്ടിരിക്കുകയല്ലേ ഇവിടെ. രാജിമോളെ, കുറച്ച് അനാഥകളുടെ അഡ്രസ് ഒന്ന് എടുത്തു കൊടുത്തേ. പറയാം, കേട്ടോ. നീ ആര്, എവിടെ നിന്ന് വന്നു എന്ന് ആർക്കെങ്കിലും അറിയോ? അല്ലെങ്കിൽ നിനക്കെന്തെങ്കിലും അറിയോ? നാടും വീടും അറിയാത്ത ആദ്യത്തെ അനാഥയാ നീ. നിന്റെ ഭർത്താവിലെ ശിവൻ, ഹൈന ശിവൻകുട്ടി. ആദ്യ ഭാര്യ മരിച്ച് ഇവിടെ വന്നിട്ട് ഒരു പിടി ചോറ് യാചിച്ച അവൻ രണ്ടാമത്തെ അനാഥൻ. ദാ ഇവിടെ ഇരിക്കുന്നില്ലേ, പെറ്റ തള്ളയെ കൊന്നിട്ട് എവിടുന്നോ വന്ന നിന്നെ എളേമ്മേ എളേമ്മേന്ന് വിളിച്ചോണ്ടിരിക്കുന്നില്ലേ, അവള് മൂന്നാമത്തെ അനാഥ. മതിയോ മേഡത്തിന് അനാഥകളുടെ പട്ടികകള്? രാജി, മനസ്സ് ശുദ്ധമായിരുന്നാലേ ജീവിതം നന്നാവൂ. റോയൽ ഫാമിലിയിൽ ജനിച്ചതുകൊണ്ട് സ്റ്റേറ്റസ് ഉണ്ടാവണമെന്നില്ല. പെരുമാറ്റം കണ്ടാൽ അന്തസ്സറിയാം. ജന്മം കൊണ്ടൊരാളെ അനാഥയെന്ന് കരുതുന്നതാ തെറ്റ്. ഈ ജന്മം എത്ര പേർക്ക് വേണ്ടി ജീവിച്ചു എന്ന് നോക്കി നീ തീരുമാനിക്കണം. നദി പിറക്കുന്നത് എവിടെയാണെന്നറിയോ? അപ്പൊ നദി അനാഥയോ? ഞങ്ങളൊക്കെ അനാഥയാക്കിയില്ലേ നീ? ജന്മം തന്ന് നൊന്തുപെറ്റ് ഊട്ടി ഉറക്കി പഠിപ്പിച്ച് വലുതാക്കിയവരെ പുറംകാലോണ്ട് തട്ടിയെറിഞ്ഞു വന്നില്ലേ? ആ നീയാണ് അനാഥ. താലി കെട്ടിയ മനുഷ്യനെ ഇതുപോലെ കുടിയനാക്കി ജീവചവമാക്കി വെച്ചില്ലേ? ആ നീയാണ് അനാഥ. നല്ലവരോട് കൂടെ കഴിയാൻ വിടാതെ ശവം തീനിയായ ഇത്തിക്കണ്ണി പോലുള്ളവരെ ഒപ്പം കൊണ്ട് നടന്ന് സ്നേഹം ത്യാഗം എന്നൊക്കെ പറയുന്നില്ലേ? ആ നീയാണ് യഥാർത്ഥ അനാഥ. ശ്രീകുട്ടി, വാ. രാജമോളെ, നമ്മള് കായംകുളാണെന്ന് വിചാരിച്ചിരിക്കുമ്പോ ഇത് എറണാകുളം എനിക്ക് തോന്നുന്നത്. ഇനി നമ്മൾ വളരെ സൂക്ഷിച്ച് കഴിയണമെന്ന് തോന്നുന്നു.